ഇന്ന് നമ്മൾ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, ഒളിച്ചോടി കല്യാണം കഴിച്ചവരാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ കുടുംബ വീട്ടിലായിരുന്നു താമസം. ആ സമയത്ത് കുറച്ച് സാമ്പത്തികം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ട് കുറച്ച് കടത്തിലും കാര്യത്തിലൊക്കെ പെട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് മാറി താമസിക്കുന്നു. നമ്മളിപ്പോൾ മാറി താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വീടോ അല്ല, പക്ഷെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് ഇതാണ്. ഇവിടെ ഞാനും ഇക്കായും ഞങ്ങളുടെ 2 മക്കളുമാണ് താമസിക്കുന്നത്. എന്താണ്, ഞങ്ങളുടേതായ കുറേ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ഈ വീടിനുണ്ട്. എന്തായാലും നമുക്ക് വീടിൻ്റെ പരിസരവും വീടും ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ കാവൽക്കാരനാണ്, പെൺകുട്ടിയാണ് കേട്ടോ, ഡയാന എന്നാണ് പേര്. ആള് കൂട്ടിക്കയറിപ്പോയി. മറ്റു പശുവിനെയൊക്കെ വരുത്തുന്ന എരുത്തില്ലെന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഇത് എൻ്റെ ഉമ്മയുടെ കുടുംബ വീടാണ്. അപ്പോൾ പണ്ട് ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെയൊക്കെ വളർത്തുന്ന സ്ഥലമായിരുന്നു. പിന്നെ അതാണ് ഡയാനയുടെ, ഞങ്ങളെ പട്ടിയുടെ കൂട്. പിന്നെ ഇത് വന്നിട്ട് ഷെഡാണ്. ഈ വിറകൊക്കെ പറക്കി വെക്കുന്നതൊക്കെ ഇവിടെയാണ്. ഇത് വന്നിട്ട് വീട് ഓടിട്ട വീടാണ്. അപ്പോൾ ചോർച്ചയുണ്ട്, മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രീതിയിൽ ചോരും. അതുകൊണ്ട് നമ്മൾ ടാർപ്പ് കെട്ടിയിരിക്കണം. ഇപ്പുറത്തെ ടാർപ്പ് വന്നിട്ട് ഇപ്പോൾ പൊട്ടിപ്പോയി, കാറ്റത്ത് പൊട്ടിപ്പോയി. പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് വലിയ 2 മാവുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാള് വന്നിട്ട് ഒരു ടേബിളും 2-3 കസേരയും ഒരു കുഞ്ഞ് കട്ടിലും കിടപ്പുണ്ട്. പിന്നെ ലായുടെ സൈക്കിള്, ലിബാഡ സൈക്കിളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുഞ്ഞുങ്ങൾ ചെരുപ്പൊക്കെ വെക്കുന്ന സ്ഥലമാണ്. അവിടെ വലതുവശത്തായിട്ട് ഒരു കുഞ്ഞു റൂമുണ്ട്. ഇവിടെ വന്നിട്ട് എന്താണ്, ഒരലമാരയും കുഞ്ഞുങ്ങളുടെ യൂണിഫോം അയൺ ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഈ പൗഡർ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കും. ലായുടെ മറ്റേ സ്ലൈഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എന്താണ്, എൻ്റെ മുകളിൽ പിന്നെ മൊബൈലിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഒരു നടുക്കത്തെ റൂം എന്നാണ് നമ്മൾ പറയണത്. ഇവിടെ തട്ടുണ്ട്. ഇവിടെ തട്ടുണ്ടായിരുന്നതിനെ പൊളിച്ച് മാറ്റിയതാണ്. പിന്നെ ഇവിടുത്തെ ഇവിടെ പിന്നെ വന്നിട്ട് ഒരു ഏണിയുണ്ട്, മുകളിൽ തട്ടിലോട്ട് പോകാനാണ്. അവിടെ കയറിയാണ് നമ്മൾ ഇവിടുത്തെ ഓടൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റുന്നത്. അപ്പോൾ ഇതുവഴി കയറി പോകാൻ പറ്റും. ഇതിൻ്റെ മണ്ടയിലാണ് മെയിനായിട്ട് മരപ്പെട്ടി ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല, അച്ചാർ ചെയ്തതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഇക്കടെ ഫ്രണ്ടിൻ്റെ. പിന്നെ ഇതാണ് ഞങ്ങളുടെ അച്ചാറിൻ്റെ സ്റ്റിക്കർ. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. പിന്നെ വന്നിട്ട് എന്താണ്, ഇതൊക്കെ അച്ചാറിൻ്റെ സാധനങ്ങളാണ്. പിന്നെ കുറച്ചധികം തുണികൾ മടക്കാനുണ്ട്. പിന്നെ ഈ കല്ല് ആരും കിടക്കാറില്ല, ഇത് എപ്പോഴും അടച്ചിടാറാണ് പതിവ്. പിന്നെ വന്നിട്ട് ഈ റൂം, ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റൂം. ഇവിടെയാണ് ഞാനും എൻ്റെ മക്കൾ ഇക്കായും കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾ ബ്ലാങ്കറ്റ് വിരിച്ച് തറയിൽ കിടക്കും. ഇക്കായും ഒരു മോളും കട്ടിൽ കിടക്കും. ഈ ചുവരിൽ കാണുന്നതൊക്കെ എൻ്റെ മക്കളുടെ കലാവിരുദ്ധമാണ്. അവർ ഈ സ്കെച്ചും ക്രയോൺസൊക്കെ വെച്ച് വരച്ച് വെക്കുന്നതാണ്. ഇതാണ് നമ്മളെ കുഞ്ഞടുക്കള. ഇവിടെ പിന്നെ ഒരു കുഞ്ഞു വാഷിംഗ് മെഷീനുണ്ട്, പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഇവിടെയാണ് മെയിനായിട്ടും മറ്റേ മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വയ്ക്കുന്നത്. പിന്നെ എന്താണ്, ഇവിടെയാണ് നമ്മൾ കുക്കിങ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കബറാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഇതൊരു ചെറിയ സ്റ്റോർ റൂമാണ്. ഇതിൻ്റെ അകത്തൊരു ബാത്റൂമും ഉണ്ട്. ഇതിൻ്റെ അകത്ത് വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും. ഇത് വന്നിട്ട് ബാത്റൂമാണ്. ബാത്റൂം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് നേരെ വെളിയാണ്. വെളിയിലോട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ഇത് മൊത്തം ഇവിടെ ഖബറാണ്, അത് പള്ളിയാണ്. പിന്നെ വന്നിട്ട് കിണറുണ്ട്. ഇതൊക്കെയാണ് വീഡിയോയിലെ വിശേഷങ്ങൾ.
ഇതാണ് അപ്പോൾ നമ്മളുടെ കുഞ്ഞു വീട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ബൈ.